വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം അനിയൻ, ഈ കുട്ടിയുടെ സ്വന്തം അനിയൻ തന്നെയാണ് ആ കുട്ടിയെ ഗർഭിണിയാക്കിയത്. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലത്ത് 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി പ്രസവിച്ചു. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പക്ഷെ ഇത് കേട്ടിട്ട് എനിക്ക് വലിയ ഞെട്ടലൊന്നും തോന്നിയില്ല. ഇതല്ല സംഭവം, പുറത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. അത് കേട്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത്. ഈ 16 വയസ്സുള്ള പെൺകുട്ടി ഗർഭിണി ആണ് എന്ന് പറയുന്നത് കേട്ടിട്ട് നമുക്ക് കാര്യം തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും തോന്നിയില്ല. ഇതിന്റെ ഉത്തരവാദി ആരാണെന്ന് കേട്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത്. നിങ്ങളും ശരിക്കും ഞെട്ടാൻ ചാൻസ് ഉണ്ട്. വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം അനിയൻ, ഈ കുട്ടിയുടെ സ്വന്തം അനിയൻ തന്നെയാണ് ആ കുട്ടിയെ ഗർഭിണിയാക്കിയത്. അതും ഈ പെൺകുട്ടിയാണ് പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത്. തന്റെ അനുജനായ 13 വയസ്സുകാരനാണ് തന്നെ ഗർഭിണിയാക്കിയതെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം കേട്ടപ്പോൾ അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. കാര്യം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നത്. അത് കേട്ടപ്പോൾ ശരിക്കും ഈ ഒരു കാര്യം ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുത്തു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ, പെൺകുട്ടികൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ അവരുടെ വീട്ടിൽ ബന്ധുക്കൾ, അല്ലെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ അയൽവാസികൾ, അങ്ങനെയുള്ള അതും പ്രായത്തിന് മുതിർന്നവരായിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുമല്ല പുറത്തു നിന്നാണെങ്കിൽ കുട്ടിക്ക് വല്ല കാമുകന്മാരുണ്ടെങ്കിലോ അങ്ങനെയൊക്കെയാണ് കാര്യം. 16 വയസ്സുള്ള കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പയ്യന്മാരോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്തു നിന്നൊരു കാമുകനോ ഒക്കെ ആയിരിക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ കേൾക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. സ്വന്തം അനുജൻ, 13 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം അനുജൻ ഈ കുട്ടിയെ പ്രഗ്നന്റ് ആക്കി. അപ്പൊ ആ കുട്ടിയെ, സ്വന്തം അനിയന്റെ കുട്ടിയെ പ്രസവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ചിലപ്പോൾ നടന്നിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ കേൾക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അത് കണ്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. കണ്ടു. കൊല്ലം സ്വദേശിയായ 16-കാരി കുഞ്ഞിന് ജന്മം നൽകി. ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം. ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി വിനീഷ് കുമാർ ചേരുന്നുണ്ട്. വിനീഷ്, പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത്. വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? പിന്നെ ശരിക്കും മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലത്ത് 16 വയസ്സുകാരി പ്രസവിച്ചതായിട്ടുള്ള വാർത്തയാണ്. ജനുവരി 13-നാണ് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടായത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഈ കുട്ടി പ്രസവിക്കുകയായിരുന്നു. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം അറിയുകയും പോലീസ് അടങ്ങുന്ന സംഘം അവരെത്തുകയും ചെയ്തു. കുട്ടി ഈ 16-കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ കുട്ടി പോലീസിനോട് മൊഴി നൽകിയത് തന്റെ ഇളയ സഹോദരനാണ് എന്നുള്ളൊരു ഇതിനെതിരെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. സഹോദരൻ 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. തമാശയ്ക്ക് തുടങ്ങിയ ചില ബന്ധങ്ങളാണ് ഇത്തരത്തിലേക്ക് എത്തിയതെന്നാണ് ഈ കുട്ടിയുടെ മൊഴിയിൽ പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വാർത്ത പുറത്ത് വന്നതോടുകൂടി തന്നെ ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പോലീസ് ഇടപെടുകയും 5 കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. ഇതിൽ 3 കോൺഗ്രസ് പ്രവർത്തകർ ഒളിവിൽ പോയ സാഹചര്യമുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. എന്തായാലും വലിയ ഞെട്ടലോടെയുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതിന് പുറത്തു വരുന്നത്. കൊല്ലം സ്വദേശിയായ 16-കാരിയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു പ്രസവം. ആശുപത്രിയിൽ നിന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷണം നടത്തുകയും കുഞ്ഞിനെ ഏറ്റെടുക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊഴിയിൽ ഇളയ സഹോദരനാണ് ഉത്തരവാദി എന്ന രീതിയിലുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കേട്ടില്ലേ, പെൺകുട്ടി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമാശയ്ക്ക് തുടങ്ങിയ ബന്ധമാണെന്നും ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്നുമാണ് പോലീസിനോട് നമ്മുടെ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. എന്താ ഇപ്പൊ ഞാൻ പറയാ, നിങ്ങൾ എന്നെ ഒന്ന് ആലോചിക്കുക. തമാശയ്ക്ക് തുടങ്ങിയത് സ്ഥിരം ഇതായിരുന്നു അവരുടെ കലാപരിപാടി. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയില്ല, അതും സ്വന്തം അനിയനുമായിട്ട്. അതും ഇങ്ങനെ ഒരു ബന്ധം എന്ന് പറയുമ്പോഴത്തേക്കും ആ പെൺകുട്ടിക്ക് ഒന്നുമില്ലെങ്കിലും 16 വയസ്സ് ഓക്കെ സമ്മതിച്ചു. പക്ഷെ കാര്യഗൗരവമൊക്കെ ഉള്ള ഒരു പ്രായം തന്നെയാണ് അത് ഇപ്പോഴത്തെ കാലത്ത് കേട്ടോ. പണ്ടൊക്കെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കൊച്ചുകുട്ടികൾക്ക് വരെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി എന്ത് പറയാനാണ്, കേട്ടിട്ട് എന്തോ അത്ഭുതം തോന്നുന്നു.
മറിച്ച് നമുക്ക് വേറൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസവിച്ച പെൺകുട്ടിയെയും അതിന് കാരണക്കാരായ അനിയനായ ആ പയ്യനെയും മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. തമാശയ്ക്കെന്ന് പറഞ്ഞ് ചെയ്യുന്നതിന്റെ ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് പോലും അവർക്ക് അറിയാനുള്ള പ്രായമായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ 16 വയസ്സുള്ള പെൺകുട്ടിക്ക് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള പ്രായമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 13 വയസ്സുകാരനായ അവനിക്ക് ചെറുതായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കത്തില്ലല്ലോ. ഈ ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ കയ്യിൽ ഇപ്പൊ ഞാൻ ഒരുപാട് വീഡിയോസ് വേറെ നമ്മുടെ മാങ്ങാക്കുരു എന്ന് പറയുന്ന ചാനലിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മാങ്ങാക്കുരു എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം അതിനകത്ത് ഞാൻ കുറെ വീഡിയോസ് കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന, കുട്ടികളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പിന്നെ മെമ്പർഷിപ്പ് ലൈവും അതുപോലെ തന്നെ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ കാണുന്നത്. അപ്പൊ അത് കാണുമ്പോൾ ഓരോ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ ഇവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും ആ ഒരു ടൈമില്. അപ്പൊ അത് കാണാൻ വേണ്ടി, അത് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കൂട്ടുകാരന്മാരുണ്ടല്ലോ, കൊച്ചു പയ്യന്മാർ ഇപ്പൊ 13 വയസ്സെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരന്മാരാണെങ്കിൽ തമാശ രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചെയ്തു തുടങ്ങിയതായിരിക്കാം. അതുപോലെ തന്നെ പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും അവര് നോർമലായിട്ട് എന്ത് പറയാനാണ്, എനിക്കിതൊന്നും പറയാനില്ല. എനിക്കിത് കേട്ടിട്ട് കാര്യം എനിക്ക് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാതിരിക്കാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. കാരണം നമ്മുടെ വീട്ടില് നമ്മുടെ സ്വന്തം മക്കള് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നതാണ് മക്കൾ. അവര് നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ അവരെന്താ കാണിക്കുന്നതെന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ ഇത് കണ്ടില്ലേ, അച്ഛനും അമ്മയൊക്കെ ഉള്ള ഒരു ഫാമിലിയിലുള്ള ഒരു പയ്യനും ഒരു പെണ്ണുമാണത്. അവര് ഈ വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കി, അല്ലെങ്കിൽ വീട്ടിലെ ആ ഒരു സിറ്റുവേഷൻ നോക്കി ഇങ്ങനെ ഡെയിലി അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴാണോ അവർക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഇത് കാണിക്കുമ്പോൾ ഇപ്പൊ നമുക്കത് പിന്നെ വീട്ടുകാരുടെ ഒരു ശ്രദ്ധക്കുറവ് എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വീട്ടുകാരെയും നമ്മൾ ഇതിനകത്ത് ഒരു പരിധിവരെ നമ്മൾ ഇതിനകത്ത് കുറ്റം പറയേണ്ട തന്നെയാണ്. കാര്യം അവർക്ക് മൊബൈൽ ഫോൺ, കൊച്ചു കുട്ടികൾക്ക് തന്നെ ഫുഡ് കഴിക്കാൻ തന്നെ ഇപ്പോഴും മൊബൈൽ ഫോൺ വേണം. മൊബൈൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന റീൽസും കാര്യങ്ങളും ഒക്കെ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ വരുന്നത്. നമുക്കറിയാം, നമ്മളത് എത്രയൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കിയാലും ആ ഒരു സംഭവം തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ കാലത്ത് കൊച്ചു പിള്ളേരെന്ന് പറയുന്ന റീൽസ് ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ റീൽസും കാര്യങ്ങളും ആയിരിക്കും. അതിനകത്ത് തന്നെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എന്റെയൊക്കെ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഉമ്മ വെച്ച പ്രഗ്നന്റ് ആവുമെന്നായിരുന്നു എന്റെ ഒരു ധാരണ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. കുട്ടികളൊക്കെ ഇപ്പൊ ഒരുപാട് അപ്ഡേറ്റ് ആണ്. ഉമ്മ വെച്ചാൽ കുട്ടികൾ ഉണ്ടാവും എന്നുള്ള കുട്ടികളുടെ കാലമൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ആരാണ് ഉത്തരവാദി? മറ്റാരുമല്ല, ഈ കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, കുട്ടികളുടെ ലോകം എന്ന് പറഞ്ഞാൽ വീടും വിദ്യാലയവും മാത്രമാണ്. അവർ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് സ്കൂളിലും വീട്ടിലും മാത്രമായിരിക്കും. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ചെയ്യുന്ന ഏത് തെറ്റും അതിന് കാരണക്കാര് മാതാപിതാക്കൾ മാത്രമായിരിക്കും. കാരണം മാതാപിതാക്കൾക്ക് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് നേർവഴി കാണിച്ച് അവരെ നേർവഴിക്ക് നടത്തുന്നത് എന്ന് പറയുന്നത് അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമല്ലേ. മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം ഉള്ളത് അധ്യാപകർക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് സെക്സ് എഡ്യൂക്കേഷന്റെ ആവശ്യമുള്ളത്. കാര്യം ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തും ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും എന്റെ ഒരു പേഴ്സണൽ ആയിട്ടൊരു ഇത് വന്നു കഴിഞ്ഞാൽ സ്കൂളിലാണെങ്കിൽ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ സ്കൂളിൽ ഇങ്ങനെ ഒരു അവയർനെസ് നടത്തുന്നത് വളരെ നന്നായിരിക്കും. കാര്യം പിന്നെ ഈ ഒരു 10-11 വയസ്സുള്ള കുട്ടികൾ മുതൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മുടെ ലോകം തന്നെ നശിച്ചു പോകും. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ന് കരുതുന്ന കുറെ വട്ടന്മാരും വട്ടത്തികളൊക്കെ ഉണ്ട് ഈ നമ്മുടെ നാട്ടില്. കാര്യം അതല്ല സംഭവം. അതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് തെറ്റിദ്ധാരണകളോ അങ്ങനെ എന്തെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. സെക്സിനെ കുറിച്ചുള്ള അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റുക. അതേ രീതിയിൽ തന്നെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കുക. അതൊക്കെയാണ്. അതായത് ഗുഡ് ടച്ചും ബാഡ് ടച്ചും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങളെ എങ്ങനെ നേരിടണമെന്നും
മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനായിട്ട് ഇതുപോലെ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ഒരു പീരീഡ് മതിയല്ലോ, ഒരു ക്ലാസ്സിലെ ഒരൊറ്റ പീരീഡ് കൊണ്ട് നമുക്ക് കുട്ടികളിൽ ഒരുപാട് പേർക്ക് നമ്മുടെ എന്തെങ്കിലും അവർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടിലോ അയൽപക്കത്തോ അല്ലെങ്കിൽ കസിൻസിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അനുഭവപ്പെടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, അങ്ങനെ ഇപ്പൊ നമ്മൾ വീട്ടുകാരോട് ചിലപ്പോൾ പറയണമെന്നില്ല പിള്ളേർ. അപ്പൊ അതുകൊണ്ട് സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നതാണ് സെക്സ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, കുട്ടികൾക്ക് എത്രത്തോളം ഫ്രീ ടൈം കൊടുക്കുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളിലും ഒരു കാൽക്കുലേഷൻ അത്യാവശ്യമാണ് മാതാപിതാക്കൾക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ എത്ര നേരം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ എത്ര നേരം മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, എത്ര നേരം അവര് എന്തൊക്കെയാണ് കാണുന്നത്, ഏതൊക്കെയാണ്. അപ്പം ഇപ്പൊ നമുക്ക് എന്തായാലും വാച്ച് ഹിസ്റ്ററി ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നോക്കുക. എല്ലാം വളരെ ക്ലിയർ ആയിട്ട് അവരെ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യങ്ങൾ കൂടി എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾ രാത്രിയിൽ, ഈ കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മൊബൈൽ ഉപയോഗിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് വളരെ കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നന്നായിരിക്കും. ഈ കുട്ടികൾ ഇതുപോലെയുള്ള ഫോൺ വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും അവർ ഇത് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. ചിലപ്പം അങ്ങനെയായിരിക്കാം അവർക്കൊരു അങ്ങനെയായിരിക്കും ഇതിനെക്കുറിച്ച് ശരിക്കും ഒന്നും ഒരു അറിവുകളും കൂടുതലും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രായപൂർത്തിയായവരെ മാത്രമല്ല, ആകാത്തവരെ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് തന്നെ ഒന്ന് ആലോചിക്കുക. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിച്ചത്. എന്തായാലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാൻ പറ്റിയേനെ. മാതാപിതാക്കൾ ഒന്ന് കെയർ ചെയ്തിരുന്നെങ്കിൽ ഇത് ചിലപ്പം ഉണ്ടാവത്തില്ലായിരുന്നു. നമുക്കിപ്പം ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ ഇടയിൽ വന്ന കുറച്ച് കമന്റ്സ് ഞാൻ ഇവിടെ വായിക്കാം. രാഹുൽ ഈശ്വർ പറഞ്ഞതിന്റെ കാര്യം തിരിച്ചറിയുക. ഇങ്ങനെയൊക്കെ വരുന്നതിന്റെ കാരണം ഉദ്ഘാടനം ചെയ്യുന്നവരുടെ വേഷവിധാനങ്ങൾക്കും പങ്കുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. വല്ലാത്തൊരു കണ്ടുപിടുത്തം തന്നെ. 16 വയസ്സുള്ള പെൺകുട്ടിയും 13 വയസ്സുള്ള പയ്യനും തമ്മിൽ പിന്നെ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായി. അവര് ആ പെണ്ണ് പ്രഗ്നന്റ് ആയി പ്രസവിച്ചു. ഈ ഒരു കാരണം കൂടെ ഹണി റോസിന്റെ തലയിൽ കൊണ്ടിടുക. അതാണ് ഈ പുള്ളിക്കാരന്റെ ഉദ്ദേശം. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഒരു പുള്ളിക്കാരി ഇരുന്ന് ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് കണ്ടുനോക്കാം. പണ്ടൊക്കെ നമ്മളിപ്പോ ഒരു ഹാളിലൊക്കെയാണ് അമ്മമാര് നമ്മൾ വന്ന് ചുമ്മാ സോഫയിലോ അവിടെ ഇവിടെയൊക്കെ കിടക്കുകയാണെങ്കിൽ പോലും ചുമ്മാ കിടക്കാൻ പോലും സമ്മതിക്കില്ല. അച്ഛനും ആങ്ങളമാരും ഒക്കെ അവിടെ എന്റെ പെൺകുട്ടികൾ അങ്ങനെ നീണ്ടു നിവർന്ന് ചുമ്മാതെ അരപ്പാവാടയൊക്കെ അല്ലേ അന്ന് നമ്മൾ കൊടുക്കുക. അങ്ങനെ പോലും സമ്മതിക്കാത്ത അമ്മമാരുണ്ട്. അല്ലെങ്കിൽ ഒരു പരിധി കൂടുതൽ ചുമ്മാ ഇങ്ങനെ ആങ്ങളമാര് സ്നേഹം കൊണ്ട് എടുത്ത് പൊക്കുകയൊക്കെ ചെയ്യും. ഒന്നോ രണ്ടോ എടുത്ത് പൊക്കി കഴിയുമ്പോഴത്തേനാണ് അങ്ങനെയൊന്നും ചെയ്യണ്ട എന്നുള്ള രീതി പറയാം. അതൊക്കെ വേറൊരു രീതിയാണ്. കാരണം ശരീരം തമ്മിൽ അധികം കണക്ഷൻ ആവണ്ട എന്നുള്ള രീതിക്കായിരിക്കാം അന്ന് അങ്ങനത്തെ കുറെ നീന്തൽ. നമ്മൾ അന്നത്തെ കാലത്ത് അത് നോക്കുമ്പോൾ നമുക്കത് മൊത്തം ഒരുമാതിരി ദേഷ്യം വരുന്ന കാര്യമാണ്. പക്ഷെ അതിനൊക്കെ ഒരു നല്ല വശം ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നിപ്പം ഈ പെൺകുട്ടികൾ കുഞ്ഞു പിള്ളേരാണേലും അത്യാവശ്യം ബാല്യത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല വണ്ണവും നല്ല തുടുപ്പും ഒക്കെ ഉള്ള നല്ല കുഞ്ഞു മക്കളാണ്. അതുങ്ങളെയാണ് ഈ അമ്മമാര് ശ്രദ്ധിക്കാതെ ഇറുകിയ വേഷം എല്ലാം കൂടെ ഇരിക്കും. സ്വന്തം മക്കൾക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും തോന്നുകയില്ല. പക്ഷേങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഇറുകിയ വേഷവും ഇച്ചിരി ഇറക്കം കുറഞ്ഞതും അതുപോലെ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണുന്ന വേഷങ്ങളൊക്കെ അങ്ങനെ ഇട്ട് അച്ഛന്റെ ആങ്ങളമാരുടെ ആണെങ്കിലും മുന്നിൽ നടക്കാൻ പാടില്ല. പണ്ടൊന്നും അങ്ങനെ നടത്തിക്കില്ല. ഇപ്പൊ പക്ഷെ അപ്പൊ ഇവര് പറയുന്നതിലോട്ട് എനിക്ക് വളരെ ഇതിനായിട്ട് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ അച്ഛന്റെയും ആങ്ങളമാരുടെയും മുന്നിൽ കിടക്കാൻ പാടില്ല. എവിടെയോ കിടക്കുന്ന ഒരു പയ്യനും ഒരു പെണ്ണും തമ്മിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഇങ്ങനെ പ്രസവിച്ചു എന്ന് പറയുന്നതിന്റെ പേരിൽ ഇങ്ങനെ ഒരു എങ്ങോട്ടാണ് ഈ ചേച്ചി പറഞ്ഞുകൊണ്ട് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷെ ഇതൊക്കെ കൂടിപ്പോയി ഇവർ പറഞ്ഞത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആങ്ങള പെങ്ങൾ ബന്ധം എന്ന് പറഞ്ഞാലും അച്ഛനും മകൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പവിത്രമായി കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ഇപ്പൊ ഇവിടെയുള്ള ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം ആൾക്കാരും നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരാണ്. ലക്ഷത്തിൽ ഒരാൾ മാത്രമേ ഇങ്ങനെയൊക്കെ കാണൂ. ഒരു സഹോദരൻ ഒരു സഹോദരിയെ തൊട്ടതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ അച്ഛൻ മകളെ തൊട്ടതുകൊണ്ടോ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? എല്ലാവരെയും ഒരേ കയറിൽ കെട്ടരുത് തന്നെ എനിക്ക് ചേച്ചിയോട് പറയാനുള്ളൂ. എവിടെയോ കിടക്കുന്ന ഒരു സംഭവം ഇങ്ങനെ എടുത്തിട്ടിട്ട് ഈ ആങ്ങള പെങ്ങൾ അച്ഛൻ മകൾ ബന്ധത്തെ ഒന്നും ഇങ്ങനെ കരിവാരി തേക്കല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പോലും പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികൾ വളരും തോറും ചെയ്ത കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ അവർക്കൊന്നും മനസ്സിലാവത്തില്ല. വളരും തോറും അവർക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തത് വളരെ വളരെ വലിയൊരു തെറ്റാണെന്ന്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞിന്റെ ഒന്ന് ആലോചിച്ച് നോക്കിയ സ്വന്തം അതെന്തോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ കുട്ടിയെ എന്തായാലും വേറെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആ സാഹചര്യത്തെ എങ്ങനെയാണ് അവർ നേരിടുന്നതെന്ന് നമുക്ക് കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ.
പിന്നെ സമൂഹത്തിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ വേറെയും. പിന്നെ ആ കുട്ടിയുടെ അവസ്ഥ, ആ 16-കാരി പ്രസവിച്ച ആ കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതും വളരെ വലിയൊരു അവസ്ഥ തന്നെയായിരിക്കും. വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ കേസിലെ ഈ പെൺകുട്ടിയുടെ മൊഴി നമുക്ക് എന്തായാലും അത് വിശ്വസിക്കാം. പക്ഷേ ഈ കേസിൽ എന്തെങ്കിലും ഒരു അന്വേഷണം വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഒന്ന് അന്വേഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചിലപ്പോ ഈ പെൺകുട്ടി മറ്റാരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അനിയന്റെ പേരെടുത്തിട്ടതാണോ എന്ന് സംശയിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതെന്തായാലും നമുക്കൊരു ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. DNA ടെസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ആരാണ് ഇത് തന്നെ, ഇത് സത്യമാണോ എന്ന് അറിയാവുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ കേസിന്റെ രൂപം വളരെ വികൃതമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.